ഹലോ ഫ്രണ്ട്സ്, PSC സ്ട്രൈക്കേഴ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗം ബയോളജിയിലെ കുറച്ച് മുൻകാല ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. സസ്യങ്ങളിലെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം. സസ്യങ്ങളിലെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് സെല്ലുലോസ്. കോശവിഭജനത്തിന് സഹായിക്കുന്ന കോശാംഗം. കോശവിഭജനത്തിന് സഹായിക്കുന്ന കോശാംഗമാണ് സെൻറ്ററോസോം. കോശത്തിനുള്ളിലെ ഏക അജീവീയ ഘടകം. കോശത്തിനുള്ളിലെ ഏക അജീവീയ ഘടകം ഫേനം. കൃത്രിമ ജീൻ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. കൃത്രിമ ജീൻ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഹർഗോവിന്ദ് ഖൊരാന. മാനിഹോട്ട് യൂട്ടിലിസിമ എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? മാനിഹോട്ട് യൂട്ടിലിസിമ എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? മരച്ചീനി. ഒസിമം സാങ്ക്ടം എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? തുളസി. തുളസിയുടെ ശാസ്ത്രീയ നാമമാണ് ഒസിമം സാങ്ക്ടം. സസ്യലോകത്തെ ഉഭയജീവികൾ അറിയപ്പെടുന്നത് എന്ത്? സസ്യലോകത്തെ ഉഭയജീവികൾ അറിയപ്പെടുന്നത് എന്ത്? ബ്രയോഫൈറ്റുകൾ. ഏറ്റവും നീളമേറിയ ഇലകളുള്ള സസ്യം ഏത്? ഏറ്റവും നീളമേറിയ ഇലകളുള്ള സസ്യം ഏത്? റാഫിയ പന. ഇത് ആഫ്രിക്കയിലാണ് ഉള്ളത്. കായ്കൾ ഇല്ലാതെ വിത്തുകൾ ഉണ്ടാകുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് എന്ത്? കായ്കൾ ഇല്ലാതെ വിത്തുണ്ടാകുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് എന്ത്? ജിംനോസ്പേമുകൾ. ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന സസ്യം ജിങ്കോ. ജിങ്കോ ആണ് ജീവിച്ചിരിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന സസ്യം. വിത്തുകൾ ഫലങ്ങൾക്കുള്ളിൽ കാണുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത്. വിത്തുകൾ ഫലങ്ങൾക്കുള്ളിൽ കാണപ്പെടുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ആൻജിയോസ്പേമുകൾ. അനേകം വർഷം ജീവിച്ചിരുന്നാലും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പുഷ്പിക്കുന്ന സസ്യം ഏത്? അനേകം വർഷം ജീവിച്ചിരുന്നാലും ജീവിതത്തിൽ ഒരു വർഷം മാത്രം പുഷ്പിക്കുന്ന സസ്യം ഏത്? മഞ്ഞൾ. ആസിഡ് അടങ്ങിയ മണ്ണിൽ വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് എന്ത്? ആസിഡ് അടങ്ങിയ മണ്ണിൽ വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് എന്ത്? ഓക്സാലോഫൈറ്റ്സ്. പുകയില ചെടിയിൽ നിക്കോട്ടിൻ അടങ്ങിയിരിക്കുന്ന ഭാഗം ഏത്? വേര്. പുകയില ചെടിയിലെ വേരിലാണ് നിക്കോട്ടിൻ എന്ന വിഷവസ്തു അടങ്ങിയിരിക്കുന്നത്. പയറുകളുടെ വേരിൽ വസിച്ച് നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്ന ബാക്ടീരിയ. പയറുകളുടെ വേരിൽ വസിച്ച് നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്ന ബാക്ടീരിയയാണ് റൈസനോബിയം. ഇലകളുടെ വക്കുകളിൽ നിന്ന് മുകുളങ്ങൾ വളർന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്ന സസ്യം. ഇലകളുടെ വക്കുകളിൽ നിന്ന് മുകുളങ്ങൾ വളർന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്ന സസ്യമാണ് ബ്രയോഫിലം. ഇലകൾക്ക് മഞ്ഞ നിറം കൊടുക്കുന്ന വസ്തു സാന്തോഫിൽ. സാന്തോഫിലാണ് ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വസ്തു. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്ക. കൈതച്ചക്കയാണ് സ്വർഗീയ ഫലം എന്ന് അറിയപ്പെടുന്നത്. സ്വർഗത്തിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്. സ്വർഗത്തിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് നേന്ത്രപ്പഴം. പ്രകൃതിയുടെ ഇൻസുലിൻ എന്നറിയപ്പെടുന്നത്. പ്രകൃതിയുടെ ഇൻസുലിൻ എന്നറിയപ്പെടുന്നത് കോവയ്ക്ക. മാമ്പഴങ്ങളുടെ രാജ്ഞി മൽഗോവ. മൽഗോവയാണ് മാമ്പഴങ്ങളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നത്. ഒരു ഇല മാത്രം ഉള്ള സസ്യം ഏത്? ഒരു ഇല മാത്രമുള്ള സസ്യമാണ് ചേന. ചേനയുടെ ചൊറിച്ചിലിന് കാരണമായ വസ്തു. ചേന മുറിച്ചാൽ ചൊറിച്ചിലുണ്ടാകുന്ന രാസവസ്തുവാണ് കാൽസ്യം ഓക്സലേറ്റ്. രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. പകൽ സമയത്ത് ഇലകൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. ഓക്സിജനാണ് പകൽ സമയത്ത് ഇലകൾ പുറത്തുവിടുന്ന വാതകം. പുഷ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന പ്രകാശവർണ്ണം ഏത്? പുഷ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന പ്രകാശവർണ്ണമാണ് ചുവപ്പ്. പൂക്കളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ആന്തോളജി. പൂക്കളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതാണ് ആന്തോളജി. ഏറ്റവും ഉയരം കൂടിയ പൂവ് ടൈറ്റാൻ ആരം.
ഏറ്റവും ഉയരം കൂടിയ പൂവാണ് ടൈറ്റാൻ ആരം. പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന പുഷ്പം ഏത്? പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന പുഷ്പമാണ് സൂര്യകാന്തി. പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ്. പഴങ്ങളിൽ സമൃദ്ധമായിട്ടുള്ള പഞ്ചസാര ഏത്? ഫ്രക്ടോസ്. ഫ്രക്ടോസ് ആണ് പഴങ്ങളിൽ സമൃദ്ധമായി കാണപ്പെടുന്ന പഞ്ചസാര. പ്രകാശത്തിന് നേരെ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയാണ് ഫോട്ടോട്രോപ്പിസം. പ്രകാശത്തിന് നേരെ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയാണ് ഫോട്ടോട്രോപ്പിസം. ഗുരുത്വാകർഷണത്തിൻ്റെ ദിശയിൽ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയാണ് ജിയോട്രോപ്പിസം. ഗുരുത്വാകർഷണത്തിൻ്റെ ദിശയിൽ വളരാനുള്ള ചെടികളുടെ പ്രവണതയാണ് ജിയോട്രോപ്പിസം. രാസവസ്തുക്കളുടെ സ്വാധീനത്തിൽ വളരാനുള്ള ചെടികളുടെ പ്രവണത ഏത്? രാസവസ്തുക്കളുടെ സ്വാധീനത്തിൽ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയാണ് കീമോട്രോപ്പിസം. സസ്യചലനങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? സസ്യചലനങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രെസ്കോഗ്രാഫ്. ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെ.സി. ബോസ്. തക്കാളിക്ക് നിറം നൽകുന്ന രാസഘടകം ഏത്? തക്കാളിക്ക് നിറം നൽകുന്ന രാസഘടകമാണ് ലൈക്കോപ്പിൻ. ഹരിതകത്തിൻ്റെ നിർമ്മിതിക്ക് അത്യന്താപേക്ഷിതമായ ഘടകം ഏത്? ഹരിതകത്തിൻ്റെ നിർമ്മിതിക്ക് അത്യന്താപേക്ഷിതമായ ഘടകമാണ് സൂര്യപ്രകാശം. ഹരിതകമില്ലാത്ത കരസസ്യം ഏത്? കുമിൾ. കുമിളിൽ ഹരിതകം അടങ്ങിയിട്ടില്ല. ഫലം പാകമാകാൻ സഹായിക്കുന്ന വാതക ഹോർമോൺ. ഫലം പാകമാകാൻ സഹായിക്കുന്ന വാതക ഹോർമോണാണ് എഥിലിൻ. സസ്യങ്ങൾ പുഷ്പിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ. സസ്യങ്ങൾ പുഷ്പിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് ഫ്ലോറിജൻ. സസ്യത്തിന് കാറ്റടിക്കുമ്പോൾ ഒടിയാതെയും മറ്റും സഹായിക്കുന്ന സസ്യകലയാണ് പാരൻകൈമ. സസ്യത്തിന് കാറ്റടിക്കുമ്പോൾ ഒടിയാതെയും മറ്റും സഹായിക്കുന്ന സസ്യകലയാണ് പാരൻകൈമ. ഇലകൾ നിർമ്മിക്കുന്ന ആഹാരം സസ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നവയാണ് ഫ്ലോയം കലകൾ. ഇലകൾ പാകം ചെയ്യുന്ന ആഹാരം ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതായാണ് ഫ്ലോയം കലകൾ. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമാണ് മഞ്ഞൾ. രക്തപിത്തത്തിന് ഉപയോഗിക്കുന്ന ഔഷധം ഏത്? രക്തപിത്തത്തിന് ഉപയോഗിക്കുന്ന ഔഷധമാണ് ആടലോടകം. മഴയിലൂടെ പരാഗണം നടത്തുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക്. മഴയിലൂടെ പരാഗണം നടത്തുന്ന സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. ഓർക്കിഡിൻ്റെ കുടുംബത്തിൽപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം. ഓർക്കിഡിൻ്റെ കുടുംബത്തിൽപ്പെടുന്ന സുഗന്ധവ്യഞ്ജനമാണ് വാനില. ഏറ്റവും കൂടുതൽ ഊർജം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം. ഏറ്റവും കൂടുതൽ ഊർജം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്ക. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമാണ് ഉലുവ. ആയുർവേദത്തിൽ മാനസിക രോഗങ്ങൾക്ക് ഉള്ള ഔഷധമായി ഉപയോഗിക്കുന്ന പുഷ്പം. ആയുർവേദത്തിൽ മാനസിക രോഗങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കുന്ന പുഷ്പമാണ് ശംഖുപുഷ്പം. മാതൃസസ്യത്തിൻ്റെ അതേ ഗുണഗണങ്ങളുള്ള സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യ. മാതൃസസ്യത്തിൻ്റെ അതേ ഗുണഗണങ്ങളുള്ള സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വൃക്ഷമേത്? കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വൃക്ഷമാണ് തേക്ക്. തീ പിടിക്കാത്ത തടിയുള്ള വൃക്ഷം ഏത്? തീ പിടിക്കാത്ത തടിയുള്ള വൃക്ഷമാണ് ഓൻപൂ. ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി ഏത്? ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടിയാണ് ആഞ്ഞിലി. വൻവൃക്ഷങ്ങളെ പോലും ഏതാനും സെൻറ്റിമീറ്ററുകൾ മാത്രം ഉയരത്തിൽ മുരടിപ്പിച്ച് വളർത്തുന്ന ജാപ്പനീസ് സമ്പ്രദായം. വൻവൃക്ഷങ്ങളെ പോലും ഏതാനും സെൻറ്റിമീറ്ററുകൾ മാത്രം ഉയരം മുരടിപ്പിച്ച് വളർത്തുന്ന ജാപ്പനീസ് സമ്പ്രദായമാണ് ബോൺസായ്. സമാധാനത്തിൻ്റെ വൃക്ഷം എന്നറിയപ്പെടുന്നത്.
സമാധാനത്തിൻ്റെ വൃക്ഷം എന്നറിയപ്പെടുന്നത് ഒലീവ് മരം. അത്ഭുത വൃക്ഷം എന്നറിയപ്പെടുന്നത് വേപ്പ്. കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരമാണ് പ്ലാഷ്. മണ്ണിൻ്റെ അഭാവത്തിൽ പോഷകഘടകങ്ങൾ അടങ്ങിയ ലായനിയിൽ സസ്യങ്ങളെ വളർത്തുന്ന ശാസ്ത്രീയ സമ്പ്രദായം. സസ്യങ്ങളെ വളർത്തുന്ന ശാസ്ത്രീയ സമ്പ്രദായമാണ് ഹൈഡ്രോപോണിക്സ്. ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്ന വൃക്ഷമാണ് അശോകം. വീണ, തമ്പുരു എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരമാണ് പ്ലാവ്. ചൈന റോസ് എന്നറിയപ്പെടുന്നത് ചെമ്പരത്തിയാണ് ചൈന റോസ് എന്ന് അറിയപ്പെടുന്നത്. കണ്ടൽ ചെടികളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ലോകത്തെ ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തോസ് മലബാറിക്കസ്. ഇന്ത്യയിൽ ഏറ്റവും അധികം കൃഷി ചെയ്തു വരുന്ന ധാന്യവിള നെല്ലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തു വരുന്ന ധാന്യവിള. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. അത്ഭുത നെല്ല് എന്ന പേരിൽ പ്രശസ്തമായ അരിയാണ് IR8. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ തനതായ ഔഷധ നെല്ലിനം നവര. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ തനതായ ഔഷധ നെല്ലിനമാണ് നവര. ലോകത്തിലെ ഏറ്റവും ചെറിയ പശു വെച്ചൂർ പശുവാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പശു. രോഗമുള്ള പശുവിൻ്റെ പാൽ ഉൽപാദനത്തിലൂടെ മനുഷ്യരിലുണ്ടാകുന്ന പനിയാണ് മാൾട്ട. രോഗമുള്ള പശുവിൻ്റെ പാൽ ഉപയോഗത്തിലൂടെ മനുഷ്യരിലുണ്ടാകുന്ന പനിയാണ് മാൾട്ട പനി. ആഗോളതാപനത്തിന് വഴിയൊരുക്കുന്നതും നെൽവയലിൽ നിന്നും വമിക്കുന്നതുമായ വാതകം മീഥേൻ. ആഗോളതാപനത്തിന് വഴിയൊരുക്കുന്നതും നെൽവയലിൽ നിന്ന് വമിക്കുന്നതുമായ വാതകമാണ് മീഥേൻ. തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണം എന്തിൻ്റെ അഭാവം കൊണ്ടാണ്? തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണം നൈട്രജൻ്റെ അഭാവം കൊണ്ടാണ്. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2. സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. ചോളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സസ്യ എണ്ണ ഏത്? ചോളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സസ്യ എണ്ണയാണ് മാർഗറിൻ. റബ്ബർ മരത്തിൻ്റെ യഥാർത്ഥ പേരാണ് ഹാവിയ മരം. റബ്ബർ പാൽ കട്ടിയാകാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയറുവർഗ്ഗത്തിൽപ്പെട്ട സസ്യം. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയറ് വിഭാഗത്തിലെ സസ്യമാണ് സോയാബീൻ. മാവിൻ്റെ ജന്മദേശമാണ് ഇന്ത്യ. ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം പെറു ആണ് ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം. ഒച്ചിൻ്റെ രക്തത്തിൻ്റെ നിറം നീല. ഒച്ചിൻ്റെ രക്തത്തിന് നീല നിറമാണുള്ളത്. അൾട്രാവയലറ്റ് രശ്മികൾ കാണാൻ കഴിയുന്ന ഷഡ്പദം ഏത്? അൾട്രാവയലറ്റ് രശ്മികൾ കാണാൻ കഴിയുന്ന ഷഡ്പദമാണ് തേനീച്ച. പാറ്റയുടെ രക്തത്തിൻ്റെ നിറം. പാറ്റയുടെ രക്തത്തിന് നിറമില്ല. പെയിൻറ്റഡ് ലേഡി എന്നറിയപ്പെടുന്നത് ചിത്രശലഭമാണ് പെയിൻറ്റഡ് ലേഡി എന്ന് അറിയപ്പെടുന്നത്. ലോക കൊതുക് നിവാരണ ദിനം എന്ന്? ലോക കൊതുക് നിവാരണ ദിനമാണ് ഓഗസ്റ്റ് 20. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ പ്രകാശം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന രാസവസ്തു. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ പ്രകാശം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന രാസവസ്തുവാണ് ലൂസിഫെറിൻ. ഒടിഞ്ഞാൽ കാലുകൾ വീണ്ടും വളരുന്ന ജീവിയാണ് ഞണ്ട്. കണ്ണടയ്ക്കാതെ ഉറങ്ങുന്ന ജീവി മത്സ്യം.
മത്സ്യങ്ങൾ കണ്ണടയ്ക്കാതെയാണ് ഉറങ്ങുന്നത്. ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ കാണപ്പെടുന്ന സമുദ്രം പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ കാണപ്പെടുന്നത്. ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ക്ലാസ് നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയമായി കാണാം. താങ്ക് യു.